ഹലോ, നമുക്കിന്ന് കൊല്ലംകാരുടെ സ്വന്തം ഷെഫ് പിള്ളയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കണവത്തോരൻ റെഡിയാക്കിയാലോ. അതിനായിട്ട് ആവശ്യത്തിന് കണവ ഞാൻ കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് ഒരു 2 പിടി തേങ്ങ ജാറിലേക്ക് ഇടാം കേട്ടോ. അതിലേക്ക് അത്യാവശ്യം വലിയൊരു പച്ചമുളക്, ഒരു 5-6 ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ, വലുതാണെങ്കിൽ 2-3 എണ്ണം മതിയാവും. ഇനി അതിലേക്കൊരു 4-5 ചെറിയ കൊച്ചുള്ളി, വലുതാണെങ്കിൽ 2-3 എണ്ണം മതിയാവും. നമ്മൾ വേറെ കൊച്ചുള്ളി ഇടുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചമ്മന്തിയുടെ പരുവത്തിന് നമ്മൾ അരച്ച് മാറ്റി വെക്കുക. അതാണ് നമ്മുടെ അരപ്പ്. ഇനി വഴറ്റാനുള്ളത് കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അരിഞ്ഞ് വെച്ചേക്കുന്ന 2 പിടിയോളം കൊച്ചുള്ളിയാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി ആഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്, അതും ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും മുരിഞ്ഞൊന്നും പോകണ്ട, കുറച്ചൊന്ന് വാടി വന്നാൽ മതിയാവും. കണവ നമ്മൾ നന്നായിട്ട് വെള്ളം തോർത്തി വെച്ചേക്കണം. കണവയിൽ ഓൾറെഡി വെള്ളം കുറേ ഉണ്ടാവും, പിന്നെ അത് വറ്റി വരാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇനി ഈ കൊച്ചുള്ളി വഴറ്റി വെച്ചേക്കുന്നത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ആ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കണവ കഴുകി വെച്ചേക്കുന്നത് ആ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലായിട്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ കണവയിൽ നിന്ന് ഇപ്പം കുറേ വെള്ളം ഇറങ്ങും. ഈ വെള്ളം വറ്റി വരുന്നതാണ് കണവ വേവുന്ന പരുവം. നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ചിലർക്ക് ഇത് റബ്ബർ പോലെ ആവാറുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി. ഇതൊരു കളറിന് വേണ്ടി മാത്രം കേട്ടോ മുളക് പൊടി ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ ഇതിൽ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ, ഇത് ജസ്റ്റ് മേളിലോട്ടിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തു. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ചേർക്കാൻ, ടേസ്റ്റ് കൂടെ ഉള്ളൂ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു കണവ തോരനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.